ശാലോം ടി വിയുടെ ദ കൊയർ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. സംഗീതത്തിൻ്റെ പ്രാധാന്യം സുവിശേഷ രംഗത്ത് എന്താണ്, എങ്ങനെയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ശ്രേഷ്ഠമായ അതുല്യമായ ഒരു പ്രോഗ്രാമാണ് ദ കൊയർ എന്നുള്ളത്. ആരാധന സംഗീതം മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ സനാതനമായ നിത്യനൂതനമായ സർവ്വലൗകികമായ കാഴ്ചപ്പാടുകളെയും രക്ഷാകര പദ്ധതിയെയും അറിയിക്കുന്നത് സുവിശേഷ ഗാനങ്ങളിലൂടെയും യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരമായ പദ്ധതിയെ, പരിത്രാണ പദ്ധതിയെ ലോകത്തിന് കൊടുക്കുവാനായിട്ട് കഴിയുമെന്ന് വലിയ ലക്ഷ്യത്തോടെ താല്പര്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രോഗ്രാമാണ് ശാലോം ടി വിയുടെ ഈ ദ കൊയർ എന്ന പ്രോഗ്രാം. ഈ ശുശ്രൂഷയുമായിട്ട് ബന്ധിപ്പിച്ച് ആരാധന സംഗീതവും സുവിശേഷത്തിൻ്റെ നല്ല ധ്വനികളും കൂട്ടിയിണക്കിക്കൊണ്ട് നല്ല സാക്ഷ്യങ്ങൾ പങ്കുവെക്കുവാനായിട്ട് ഇന്ന് എന്നോടുകൂടെയുള്ളത് ദ കൊയർ എന്ന പ്രോഗ്രാമിൽ പങ്കുചേരുന്നത് TG രാജൻ അവറുകളാണ്. പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഏതാണ്ട് 40 വർഷത്തെ ഒരു സംഗീതത്തിൻ്റെ ശുശ്രൂഷയുടെ പരിചയം, അനുഭവം, സമ്പത്ത് ഇതൊക്കെയുള്ള ഈ പ്രിയപ്പെട്ട TG രാജൻ അവറുകൾ നമുക്ക് ഈ നല്ല സാക്ഷ്യങ്ങളെ നമുക്ക് ചേർത്ത് വെക്കാം. സംഗീതവുമായിട്ട് ഗാന ശുശ്രൂഷയുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ ഈ ഗാനങ്ങൾ പാടുമ്പോഴും അത് കോർത്തിണക്കുമ്പോഴും അതിൻ്റെ താളവും ലയവും ശ്രുതിയും എല്ലാം ജീവിതത്തിന് സംതൃപ്തിയാണോ? ഇപ്പം ജീവിതം സന്തോഷകരമാണോ എന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ എല്ലാവരും പറയും, ജീവിതത്തിൽ ഒരു സമാധാനമില്ല, സംതൃപ്തിയില്ല, ആകപ്പാടെ എല്ലായിടത്തും ഒരു പോരായ്മ അനുഭവപ്പെടുകയാണ്, പ്രതിസന്ധികൾ തീരുന്നുമില്ല. ഒരു മുന്തിരിച്ചെടിയോട് ഒരാൾ ചോദിച്ചു, ജീവിതം എന്താണ്? മുന്തിരിച്ചെടി പറഞ്ഞു, എല്ലാവർക്കും മധുരം കൊടുക്കുന്നതാണ് എൻ്റെ സന്തോഷം. ഒരു കുയിലിനോട് ഒരാൾ ചോദിച്ചു, എന്താണ് ജീവിതം? കുയിൽ പറഞ്ഞു, നല്ലവണ്ണം പാട്ടുപാടി മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ സന്തോഷം, എൻ്റെ ലക്ഷ്യം. പുഴയോട് ചോദിച്ചു, നദിയോട് ചോദിച്ചു, എന്താണ് സന്തോഷം? നദി പറഞ്ഞു, ഒഴുകി ഒഴുകി അനന്തമായ സമുദ്രത്തിൽ ചെന്ന് പതിക്കുക എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. സംഗീതം അനന്തമായിട്ട് ഇങ്ങനെ കിടക്കുകയാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. സംഗീത ശുശ്രൂഷയുമായിട്ട് ബന്ധിപ്പിച്ച് ജീവിതം സന്തോഷമാണോ? തീർച്ചയായിട്ടും. എൻ്റെ സംഗീത പഠനം ആരംഭിക്കുന്നത് ഹൈസ്കൂൾ കാലയളവിലാണ്. അപ്പം എൻ്റെ വഴികാട്ടി എൻ്റെ പിതാവ് തന്നെയാണ്. എൻ്റെ സംഗീതത്തോടുള്ള ഒരു താല്പര്യം കണ്ടിട്ട് പിതാവ് സംഗീതാധ്യാപകനെ കണ്ടുപിടിച്ചു. കർണാട്ടിക്കും 2 ഗുരുക്കന്മാരുണ്ട്. ഈ 40 വർഷം മുമ്പ്, അന്ന് എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം? ഇന്നിപ്പോൾ ഒരു ഹൈസ്കൂൾ കാലയളവ്, ആ കാലയളവിലാണ് തുടങ്ങുന്നത്. ആദ്യം കർണാട്ടിക് മ്യൂസിക് പഠിച്ചു. അതിന് എന്നെ പഠിപ്പിച്ചത് ചെങ്ങന്നൂർ പെണ്ണുക്കര ഉള്ളൊരു അധ്യാപകനാണ് എന്നെ പഠിപ്പിച്ചത്. അത് നമ്മുടെ MG രാധാകൃഷ്ണൻ സാറിൻ്റെ സുഹൃത്തും സഹപാഠിയുമാണ്. അദ്ദേഹമാണ് വോക്കൽ പഠിപ്പിക്കുന്നത്. ഒരു 5 വർഷ കാലയളവ് പഠിച്ചു. അതിനോടൊപ്പം തന്നെ ഹാർമോണിയം പ്ലേ ചെയ്യാനും പഠിച്ചു തുടങ്ങി. അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജോയി ചായൻ, പുള്ളി അറിയപ്പെടുന്നത് ജോയി തോനയ്ക്കാടെന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം സ്കൂളിൽ ഇപ്പം മ്യൂസിക്കൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ബാൻഡ് മാസ്റ്ററാണ്. എല്ലാം പുള്ളി എല്ലാ കാര്യങ്ങളും എല്ലാം കൈകാര്യം ചെയ്യും, എല്ലാ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം പ്ലേ ചെയ്യും. അദ്ദേഹമാണ് എന്നെ അതിലേക്ക് കൊണ്ടുപോകുന്നതും എന്നെ വേദിയിലേക്ക് ഈ ഇൻസ്ട്രുമെൻറ്റുമായിട്ട് വേദിയിലേക്ക് കയറ്റി വിട്ടതും എല്ലാം അദ്ദേഹമാണ്. പിന്നെ അച്ഛൻ പറഞ്ഞതുപോലെ വീട്ടിൽ ഇച്ചിരി ബുദ്ധിമുട്ട്, പ്രയാസമുണ്ട്, ഒരു ദുഃഖകരമായ അവസ്ഥയുണ്ടെങ്കിൽ പോലും ഞാൻ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുമ്പോൾ അതിൽ കുറേ എൻജോയ് ചെയ്ത് എനിക്ക് നിൽക്കാൻ പറ്റും. ഈ പ്രയാസഘട്ടങ്ങൾ മറക്കാൻ സാധിക്കുന്നുണ്ട്, ഇതിലങ്ങ് മുഴുകുന്നുണ്ട്. അപ്പോൾ സംഗീത ശുശ്രൂഷ എന്ന് പറയുന്നത് സംതൃപ്തി. തീർച്ചയായും ഒരു പാട്ട് പാടുമ്പോൾ പൂർണ്ണമായിട്ടും ഒരു സമാധാനവും സ്വസ്ഥതയും സംതൃപ്തിയും ശാന്തിയും
അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കിട്ടുന്നുണ്ട്. അപ്പോൾ നീ എൻ്റെ ആത്മാവിന് ആന്തോളനം, യാഹ്വേ നീ എൻ ദൈവം എന്നൊക്കെ പാടുമ്പോൾ നമ്മൾ അറിയാത്ത ഒരു ദൈവാനുഭവം നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ആത്മനിറവായിട്ട് നമുക്ക് ഏറ്റെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, അല്ലേ? അതെ. അപ്പോൾ പിന്നീട് ഈ കർണാടക സംഗീതവുമായിട്ട് ഇതിനെ ഒന്ന് ബന്ധിപ്പിക്കുമ്പോൾ അതും ഒരു കർണാടക സംഗീതവുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ നമ്മുടെ ആരാധനാ സംഗീതവും കർണാടക സംഗീതമല്ലേ, സംഗീതവും ആരാധനാ സംഗീതവുമായിട്ടെല്ലാം നമ്മുടെ ഗാനങ്ങൾ ഏത് ചർച്ചിൻ്റെ ആയാലും എല്ലാ സഭകളുടെയും ആരാധനാ ഗീതങ്ങൾ രാഗത്തെ ബേസ് ചെയ്ത് തന്നെയാണ്. അത് കർണാട്ടിക് ആകും, ഹിന്ദുസ്ഥാനി രാഗമാകാം. കർണാട്ടിക്കും ഹിന്ദുസ്ഥാനി രാഗങ്ങളുമായിട്ടുള്ള പേരിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. സ്വരസ്ഥാനങ്ങളല്ല 7 സ്വരസ്ഥാനങ്ങളും അതിൻ്റെ കൂടെ മറ്റ് ചെറിയ സ്വരവും വലിയ സ്വരവും ഒക്കെ ആയിട്ട് 13 സ്വരസ്ഥാനങ്ങൾ ഉണ്ടാകും. അതിൽ പിന്നെ കെട്ടപ്പെട്ട് കിടക്കുകയാണ് ഈ സ്വരസ്ഥാനങ്ങൾ കംപ്ലീറ്റ് അതിൽ കെട്ടപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ആരാധനാ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആരാധനാ സംഗീതം ഞാൻ ഒരു രാഗത്തെ ബേസ് ചെയ്തുള്ളതെന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. ഇത് ഈ രാഗത്തിന് പറയുന്ന കീരവാണി. കീരവാണിയിലാണ് ഞാനിപ്പോൾ പാടാൻ പോകുന്നത്. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും ഇതു നമസ്കാര സമയം ഇതു തന്നെ കരുണാസമയം. അതുപോലെ തന്നെ ഒരു ഗാനം കൂടെ. അൻപുടയോനേ നിൻവാതിൽ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ മുട്ടുന്നു ദാസനാദം ബാരക്കുമോ കുറിയേലായിസോ. ആരാധന സംഗീതത്തിൽ പാട്ട് പാടുമ്പോഴും കീർത്തനങ്ങൾ ചമിക്കുമ്പോഴും ഒരു സംതൃപ്തി കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ കുർബാന, ഞാൻ പങ്കെടുക്കുന്ന ആരാധന, അതിൽ നമുക്ക് കുർബാന എഴുന്നള്ളത്ത്, പടിഞ്ഞാട്ടുള്ള എഴുന്നള്ളത്ത്, അത് വരുമ്പോൾ ഒരു വളരെയധികം പ്രത്യേകതയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള തോന്നലുകൾ ഉണ്ടാകാറുണ്ട്. എന്തോ എനിക്ക് അത് വളരെയധികം ഫീൽ ചെയ്യുന്നുണ്ട്. സുവിശേഷ രംഗവുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ അതിനു മുമ്പ് ഗാന ശുശ്രൂഷയുണ്ടല്ലോ. അപ്പം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഗാനവും നീ എൻ്റെ ആത്മാവിന് ആന്തോളനം, യാഹ്വേ എൻ ദൈവം അന്ന് നമ്മൾ പാടിത്തുടങ്ങുമ്പോൾ ആ ഗാന ശുശ്രൂഷയിലും നമുക്ക് ആ ആത്മാവിന് സംതൃപ്തിയും മാനസികമായിട്ടുള്ള എല്ലാ സ്വസ്ഥതയും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ദ കൊയർ എന്ന ഈ പ്രോഗ്രാമിലും തീർച്ചയായിട്ടും എല്ലാവരും ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ അവർക്കും ജീവിതത്തിൽ ഒരു സന്തോഷം കൈവരിക്കാനായിട്ട് സാധിക്കുവാനായിട്ട് ഇടയാകണം. അപ്പോൾ നമുക്ക് ഈ പാട്ടിലേക്ക് പോകാം. നീ എൻ്റെ ആത്മാവിന് ആന്തോളനം എന്ന പാട്ടിലേക്ക് പോകാം. now
പ്രഭചൊരിയും സദ്ഗുരുവിൻ ഇരുളൊരു തെല്ലും തീണ്ടാരവിയും നീയേ, എൻ പ്രിയനും നീയേ. തരളിതമാമെൻ മനസ്സിൽ പ്രഭചൊരിയും സദ്ഗുരുവിൻ ഇരുളൊരു തെല്ലും തീണ്ടാരവിയും നീയേ, എൻ പ്രിയനും നീയേ. നീ എൻ ഹൃദയേ മരുവും തുടിതാളമേ, നീ എൻ്റെ ആത്മാവിന് ആന്തോളനം, യാഹ്വേ എൻ ദൈവം എന്ന ഗാനം എല്ലാവരും കേട്ട് സംതൃപ്തി കൈവരിച്ചു എന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ ഒരു തലമുറയ്ക്ക് വേണ്ടിയല്ല ഈ സംഗീതം, അടുത്ത തലമുറയ്ക്ക് വേണ്ടി പകരപ്പെടുന്ന ഒരു സത്യമാണ്, യാഥാർത്ഥ്യമാണ് സംഗീതം എന്ന് പറയുന്നത്. അത്തരത്തിൽ ജീവിതത്തിൽ ഇപ്പം മകന് പഠിച്ചു വരുന്നു, മകനായിട്ട് ഈ സംഗീതത്തിൻ്റെ എന്തെങ്കിലും ധ്വനികളോ ഈണമോ അതിൻ്റെ ലയമോ എല്ലാം കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? തലമുറകളിലേക്ക് കൊടുക്കത്തക്ക രീതിയിൽ എന്ത് ശുശ്രൂഷ സംഗീതവുമായിട്ട് കോർത്തിണക്കി ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്? വെച്ചാൽ അത് മകന് മാത്രമല്ല, അല്ലാതെ കുറച്ച് ശിഷ്യഗണങ്ങൾ ഉണ്ട്. കാര്യം കുറച്ച് പേർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. കൂടെ തന്നെ മകനും മ്യൂസിക് പഠിച്ചിട്ടുണ്ട്. അവൻ കീബോർഡ് നന്നായിട്ട് പ്ലേ ചെയ്യും. മകനിപ്പോൾ പാട്ടുകൾ ഉണ്ട്. നമ്മുടെ പാട്ടുകൾ 2-3 പാട്ടുകൾ അവൻ തന്നെയാണ് ഓർക്കസ്ട്ര സെറ്റ് ചെയ്തിരിക്കുന്നത്. അവൻ അയച്ചു തന്നു. അങ്ങനെ അയച്ചു നമ്മുടെ പ്രോഗ്രാമിലേക്ക് തന്നെ. ആൾ വിദേശത്താണ്, അവിടെ ഇരുന്ന് തന്നെയാണ് എല്ലാം ചെയ്ത് ഇങ്ങോട്ട് അയച്ചു തന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരെ എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് സ്നേഹിക്കാൻ തലമുറകളിലേക്ക് പകരപ്പെടുന്ന ഒന്നാണ് ഈ സംഗീതം. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ദ കൊയർ എന്ന പ്രോഗ്രാമും ഒരു തലമുറയ്ക്ക് വേണ്ടിയല്ല. അപ്പോൾ ഇതിലെ സുവിശേഷ ഗാനങ്ങൾ കേൾക്കുമ്പോഴും അത് കുഞ്ഞുങ്ങൾക്ക് ആത്മീയമായി വളരാനായിട്ടുള്ള ഒരു ആത്മീയ വേദിയുടെ തുടക്കമായിട്ട് നമുക്ക് കാണാനായിട്ട് കരുതാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും. അത്തരത്തിൽ പാടുന്ന പാട്ടുകൾ, അർപ്പിക്കുന്ന ഗീതങ്ങൾ, കീർത്തനങ്ങളെല്ലാം ഒരുപക്ഷെ ഒരു കുഞ്ഞിൻ്റെ ബാല്യകാല വളർച്ചയിൽ, ശൈശവ ദശയിൽ, യൗവനത്തിൽ ഇത് കേൾക്കുമ്പോഴും തീർച്ചയായിട്ടും ഒരു ആത്മീയ ചൈതന്യം ഏറ്റെടുത്ത്
ആ നന്മയുടെ ആ ഭാഗമായി തീരാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും. അത്തരത്തിൽ എന്തെങ്കിലും ഒരു അനുഭവം പങ്കുവെക്കാമോ? അത് സാഹിത്യ ഭംഗിയിൽ കൂടെ നമുക്ക് പിന്നെ അത് സന്തോഷകരമായിട്ടുള്ള പാട്ടുകൾ ചെയ്യാനും അനുതാപപരമായിട്ടുള്ള പാട്ടുകൾ ചെയ്യാനും സാധിക്കും. അതിവിടെ പാടുന്നുണ്ട്, നമ്മൾ ഈ പാട്ടിൽ പാടുന്നുണ്ട്, ദൈവാനുരൂപികളായിടുവീൻ. അതെ 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 അതെ. അതായത് ദൈവത്തിൻ്റെ ആ സാദൃശ്യത്തിലേക്ക് വളരുവീൻ, ദൈവത്തിൻ്റെ ആ സ്വരൂപത്തിലേക്ക് വളരുവീൻ. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു സാഹിത്യ ഭാഷയിൽ നിലനിന്നുകൊണ്ട് രാഗങ്ങൾ അതിന് നമുക്ക് ഏത് രാഗം എടുത്താലും നമുക്ക് അത് ലിറിക്സിൽ കൂടെ നമുക്ക് അതിൻ്റെ ഭംഗി വരുത്താൻ സാധിക്കും. ഇപ്പം നമുക്ക് ശോകപരമായ ഒരു രീതിയിലുള്ള വരികളാണ് വരുന്നതെങ്കിൽ നമുക്ക് ആ ശോകകരമായ രാഗങ്ങൾ ഏതെങ്കിലും എടുത്ത് അതിൽ ഉൾപ്പെടുത്തി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ കുറച്ച് ശോകകരമായ ഏതാനും രാഗങ്ങൾ എന്തെങ്കിലും ഒരു 4 5 ഒക്കെ എനിക്ക് പറയാൻ സാധിക്കും. ബാക്കി ധാരാളം രാഗങ്ങൾ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ചക്രഭാഗം, ചാരുകേശി, ഹംസധ്വനി, ഭക്തിയുടെ അന്തരീക്ഷമാണ്. ഹംസധ്വനി ചെയ്താലും ഭക്തിയുടെ അന്തരീക്ഷം അതിപ്പം തന്നെ അതിനകത്ത് രക്ഷക ഗായക പാലക നമോ, രക്ഷക ഗായക പാലക നമോ. ഇത് ഹംസധ്വനി രാഗമാണ്. കർണാട്ടിക് സംഗീത കച്ചേരികളിൽ ഉപയോഗിക്കുമ്പോൾ ഈ ഹംസധ്വനിക്ക് വളരെയധികം പ്രാധാന്യമാണ്. സംഗീത കച്ചേരി തുടങ്ങുമ്പോൾ ആദ്യം മിക്ക സംഗീതജ്ഞരും അവരുപയോഗിക്കുന്നത് ഈ ഹംസധ്വനി ഉപയോഗിക്കാറുണ്ട്. ഹംസധ്വനി തന്നെയല്ല, നാട്യം എന്ന് പറഞ്ഞ രാഗം ഉപയോഗിക്കാറുണ്ട്, ഹംസധ്വനി ഉപയോഗിക്കും, കല്യാണി ഉപയോഗിക്കും. എങ്കിലും ഇതിന് ഞാൻ ഏറ്റവും അധികം ഇത്രയും കാലയളവിൽ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഈ രാഗമാണ്. അപ്പോൾ ഈ തുടക്കം സംഗീതത്തിനകത്ത് സന്തോഷത്തിന് ഉപയോഗിക്കുന്നുണ്ട്, ഭക്തിക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഈ കേട്ട പാട്ട് ഒരു ഭക്തിയുടെ അന്തരീക്ഷമില്ലേ, അപ്പോൾ ഈ ഹംസധ്വനി അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മോഹനം സന്തോഷത്തിന് ഉപയോഗിക്കും. അങ്ങനെ രാഗങ്ങൾ ഇതൊന്നിനും ഒരു തടസ്സമല്ല, ഭക്തിക്കും സന്തോഷത്തിനും എല്ലാം അത് ഉപകരിക്കും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പാടുന്ന പാട്ട് തന്നെ കർത്താവിൻ കൽപ്പനയോടെ പരിശുദ്ധാത്മാവ് നൽവരമോടെ ദൈവാനുരൂപികളായിടുവീൻ. ഈ ഒരു പദപ്രയോഗത്തിൽ തന്നെ കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അത് ധ്യാനിച്ച് വചനം ഏറ്റെടുത്ത് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീർന്ന് ആ ദൈവ സാദൃശ്യത്തിൽ വളരാനായിട്ടുള്ള വലിയ ഒരു പ്രബോധന ആഹ്വാനവും ഒക്കെ ഉണ്ട്. അപ്പോൾ വചനവും സംഗീതവും, കർത്താവിൻ്റെ കൽപ്പനകളും വചനവും സംഗീതവുമായിട്ട് ഒരുപാട് സാധനപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. കർത്താവിൻ്റെ വചനം തന്നെ സംഗീതമായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള നല്ല വരികളുണ്ട്. നല്ല ക്രിസ്ത്യൻ പാട്ടുകൾ തന്നെ ഇപ്പം 100-ാം സങ്കീർത്തനം അത് തന്നെ ഒരു പാട്ടായിട്ട് ചമച്ചിട്ടുണ്ട്. അത് എല്ലാ സങ്കീർത്തനങ്ങളും സ്തുതിഗീതങ്ങളും അതിൻ്റെ രാഗങ്ങൾ പോലും അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതുതായിട്ടൊരു രാഗം എടുത്തിട്ട് അത് ചിലപ്പോൾ ഒന്ന് അവതരിപ്പിക്കുമ്പോൾ ചിലപ്പം സാധാരണ ജനങ്ങൾക്ക് ചിലപ്പോൾ ഉൾക്കൊണ്ടെന്ന് വരത്തില്ല. ഇത് പല ആവർത്തി ഇത് അവതരിപ്പിച്ച് പല ആവർത്തി, ഇപ്പം നമ്മളൊരു പാട്ട് പഠിക്കുകയാണെങ്കിലും ഒരു പ്രാവശ്യം കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പല ആവർത്തി ഇത് കേട്ട് കഴിയുമ്പോഴാണ് അതിലേക്ക് കൂടുതൽ നമുക്ക് അത് ഇഷ്ടമായിട്ട് നമുക്ക് തോന്നും. ഇപ്പോൾ ഏതായാലും ഒരു പാട്ട് കേട്ടു, അത് പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിൽ തട്ടി, പെട്ടെന്ന് അയ്യോ അത് കൊള്ളാം, നന്നായിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മുടെ സങ്കീർത്തനങ്ങൾ ഒട്ടുമുക്കാലും സങ്കീർത്തനങ്ങളും രാഗത്തെ ബേസ് ചെയ്ത് തന്നെ. എൻ്റെ മനസ്സിൽ എനിക്കൊരാഗ്രഹമുണ്ട്, ഏതെങ്കിലും ഒന്നെടുത്ത് പാട്ടുപോലെ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ദൈവം തമ്പുരാൻ സാധിച്ചു തരുന്നെങ്കിൽ നടക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ പാട്ടും അല്ലെങ്കിൽ ഈ ശാലോം ടി വിയിലെ ദ കൊയർ എന്ന പ്രോഗ്രാമും സുവിശേഷത്തിൻ്റെ സാക്ഷികളായിട്ട് മാറാനായിട്ടുള്ള വലിയൊരു ആഹ്വാനമാണ്. കാരണം അതിൽ സ്തുതിഗീതങ്ങൾ വരുന്നുണ്ട്, തലമുറകളിലേക്ക് പകരപ്പെടുന്ന വിശ്വാസ ജീവിതത്തിൻ്റെ സുഗന്ധമുണ്ട്, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാനായിട്ടുള്ള ഒരു പ്രബോധന ശുശ്രൂഷയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ സംഗീത ശുശ്രൂഷ ദ കൊയർ എന്ന ഈ പ്രോഗ്രാം അനേകർക്ക് ആശ്വാസവും സംതൃപ്തിയും സമാധാനവും കൈവരിക്കുവാനും ആ രക്ഷാകരമായ പദ്ധതി ലോകത്തിൽ തുടർന്ന് ലോകരക്ഷകനായ യേശുക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാനായിട്ടുള്ള ഒരു മുഖാന്തരമായി തീരുന്നുണ്ട്.
അതിൽ നമുക്കും ഭാഗവാക്കായി തീരാനായിട്ട് സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കാം. അടുത്ത പാട്ടിലേക്ക് നമുക്ക് പോകാം. കർത്താവിൻ കൽപ്പനയോടെ എന്നാരംഭിക്കുന്ന പാട്ടിലേക്ക് പോകാം. അങ്ങനെ കർത്താവിൻ്റെ വചനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അവിടെയും ഒരു സംഗീത ശുശ്രൂഷയിലെ ആ രക്ഷാകരമായ അനുഭവം ലോകത്തിന് മുമ്പിൽ നമുക്ക് പങ്കുവെക്കാം. ശബ്ദത്തിൻ വാഹകരായി തിരുസഭയുടെ അണികളായി നിലകൊള്ളുവിൻ. ദൈവീക ശബ്ദത്തിൻ വാഹകരായി തിരുസഭയുടെ അണികളായി നിലകൊള്ളുവിൻ. സ്തുതികളാൽ കൂദാശയോടെ നാം രൂപാന്തരായെന്നു പാടാം. സ്തുതികളാൽ കൂദാശയോടെ നാം രൂപാന്തരായെന്നു പാടാം.
എല്ലാ സഭകളിലും ഈ ഗാന ശുശ്രൂഷ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗായസംഘത്തിൻ്റെ ഒരു അതുല്യമായ പ്രവർത്തനം ഇന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ യഹൂദന്മാരുടെ ആരാധന രീതി എടുത്താലും അവിടെയും സംഗീതത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ സുനഗോഗിൽ പതിവായി പോയി തിരുവചനം വായിച്ചു, ആരാധിച്ചു എന്നൊക്കെ നമ്മൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ സംഗീതത്തിന് ഗായക സംഘത്തിന് ഓരോ സഭയിലും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. സുവിശേഷ രംഗത്തും പ്രാധാന്യം ഉള്ളതുകൊണ്ടാകാം ഒരുപക്ഷെ ദ ക്വയർ എന്ന പ്രോഗ്രാം വളരെ ഒരു നവ സൃഷ്ടിയായിട്ട് ഉത്തരാധുനിക ദർശനത്തിൽ കാഴ്ചപ്പാടിൽ ശാലോം ടിവിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങൾക്കും അതിൽ ഭാഗവാക്കായി തീരാനായിട്ട് ഇടവങ്കാട് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയ്ക്കും അതിൽ ഭാഗവാക്കായി തീരാനായിട്ട് സാധിക്കുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ശാലോം ടിവിയിലെ എല്ലാ പ്രവർത്തകരോടുള്ള കൃതജ്ഞതയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്ന ഈ നല്ല പ്രോഗ്രാമിലൂടെ അനേകർ ക്രിസ്തുവിൽ സമാധാനവും സംതൃപ്തിയും കണ്ടെത്തുവാനായിട്ട് കൈവരിക്കുവാനായിട്ട് സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിക്കുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊള്ളുകയാണ്. ദ ക്വയർ എന്ന പ്രോഗ്രാം വീണ്ടും ഒരു ബേഥലഹേമിൽ മുഴങ്ങിക്കെട്ട മംഗളധ്വനിയായിട്ട് മാറി അത് ലോകത്തിൽ രക്ഷാകരമായ പദ്ധതിയുടെ നല്ല ഭാവങ്ങളും ഭാവഭേദങ്ങളും ആയിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.